ബാക്കിയുള്ളത് ഹരാർപ്പണം കഴിഞ്ഞ ശേഷമാവും. പക്ഷേ ഇവിടെ ഈ 10 മണി സമയത്തും ഈ കനത്ത മഴയെയും എല്ലാം അധികം അവഗണിച്ച് ആ ആൾക്കൂട്ടത്തിലാണ് പൊട്ടിയത് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കോരിച്ചെറിയുന്ന മഴയെ അതുപോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ അവഗണിച്ച് ഈ നേരത്തും ഇവിടെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, നിങ്ങളുടെ സ്നേഹത്തിന് ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കുറെ ദിവസമായി നമ്മളെല്ലാം ആഗ്രഹിച്ചിരിക്കുകയാണ് കോരിച്ചൊരിഞ്ഞൊന്നും മഴ പെയ്തിരുന്നെങ്കിൽ. ഇന്ന് ഈ മണ്ണിനെ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല മഴ, ഭൂമിയെ തണുപ്പിച്ചുകൊണ്ട് നല്ല മഴ. ഇതേപോലൊരു മഴ, ഒരു ഫെബ്രുവരി 26-ാം തീയതി ഇവിടെ പെയ്തിറങ്ങും. അന്ന് ആ മഴയിൽ ഒലിച്ചു പോകാൻ പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ CPM, കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, ഓരോ മഴയും അഴുക്കിനെ നീക്കം ചെയ്യുന്നു എന്ന വിശ്വാസം. ആ 2 മാലിന്യങ്ങളെയും നീക്കം ചെയ്യുന്ന കോരിച്ചെറിയുന്ന മഴയായിരിക്കും 26-ാം തീയതി പെയ്യാൻ പോകുന്നത്. വടകര പാർലമെന്റിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഇവിടുത്തെ CPM-ഉം അതുപോലെ കോൺഗ്രസുകാരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ റോഡ് കണ്ടപ്പോ എനിക്ക് കഷ്ടം തോന്നിപ്പോയി. എന്തൊരു പാപമാണ് നിങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ റോഡ് ഇങ്ങനെ ഒരു താറെന്ന് പറയുന്നത് കാണാത്ത മേഖലകളുണ്ട്. ഞാൻ ആ മുത്തപ്പൻ മടപ്പനയുടെ ഭാഗത്തുകൂടെയാണ് ഇപ്പൊ വരുന്നത്. അത് അവിടുത്തെ റോഡ് ഇതുവരെ താറ് കണ്ടിട്ടില്ല. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇത്തരം ഒരു റോഡുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലും നല്ല റോഡുകൾ അട്ടപ്പാടിയിലുണ്ട് സുഹൃത്തുക്കളെ. ഇതിനുള്ള മറുപടിയായിരിക്കണം 26-ാം തീയതിയത്തെ തിരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തെ നശിപ്പിച്ചിരിക്കുന്നത് ഈ 2 മുന്നണികളുമാണ്. ഇങ്ങനെയൊന്നും ആകേണ്ട മണ്ഡലമല്ല. ഈ മണ്ഡലം അനന്ത സാധ്യതകളുള്ള മണ്ഡലമാണ്. എങ്ങനെയാണോ ഗുജറാത്തൊക്കെ വികസനത്തിന്റെ അവസാന വാക്കാക്കി മാറ്റിയത്, അതുപോലെ ഈ മണ്ഡലത്തെ നമുക്ക് ഏറ്റവും വലിയ വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ പറ്റും. ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഇവിടുത്തെ പുഴകൾ, ഇവിടുത്തെ പാലങ്ങൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം 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 ഒന്നിനൊന്ന് മെച്ചമാക്കി നമുക്ക് പടുത്തുയർത്താൻ പറ്റും. എത്ര പതിറ്റാണ്ടായി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി അത് പറ്റില്ല. വികസനമില്ലെന്ന് പറഞ്ഞ് തല താഴ്ത്തിയിരിക്കാൻ വടകരയ്ക്ക് മനസ്സില്ല എന്ന് വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും എന്നോട് സ്വകാര്യമായി പലതും പറയാറുണ്ട്. ആ കൂട്ടത്തിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്, ഈ തവണ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ വോട്ട് അത് നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി തങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു രസമായി, നിങ്ങള് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ അമ്മ പറയുകയാണ്, എന്റെ മക്കളെക്കാൾ എന്നോട് ഇഷ്ടം നരേന്ദ്രമോദിക്കാണ്. എല്ലാ 4 മാസം കൂടുമ്പോഴും കൃത്യമായി എന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു തരുന്നത് നരേന്ദ്രമോദിയാണ്. കിസാൻ സമ്മാൻ നിധി എല്ലാ 4 മാസം കൂടുമ്പോഴും ആ അമ്മയ്ക്ക് കിട്ടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അവരുടെ താങ്ങായി തണലായി ഈ കേരളത്തിൽ രക്ഷയ്ക്കെത്തിയത് മോദി മാത്രമാണ്, BJP മാത്രമാണ്. ഇനി ഈ മണ്ഡലത്തിന് ശാപമോക്ഷം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു പാർട്ടി, അത് നമ്മുടെ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, 400-ലധികം സീറ്റുമായി 3-ാം തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെ വരണമെന്ന് ഈ ഭാരതത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ 400-ലധികം സീറ്റുമായി വരുമ്പോ 2 പാർട്ടികൾ, ഈ കേരളത്തിലുള്ള പ്രബല 2 പാർട്ടികളുണ്ടല്ലോ, കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും, ഇനി അനിഷ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ടവരെ എത്താൻ പോകുന്നത്. ദേശീയ പാർട്ടി പോലും അല്ലാത്തവരായി അവർ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, 10 മണി കൃത്യമായിരിക്കുന്നു. നമ്മൾ ഉജ്ജ്വലമായ മുന്നേറ്റം നമ്മൾ കാഴ്ചവെക്കും.
പോയി കളിച്ചോ കളിച്ചോ ജില്ലാ കമ്മിറ്റി BP ബാലൻ മാസ്റ്റർ വേഗം വേഗം വിളിച്ചോ റിലീസ് റിലീസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പട്ടാടി പത്മനാഭൻ, കർഷക മോർച്ച പാനൂർ മണ്ഡലത്തിന് വേണ്ടി ചാലിൽ രാഘവൻ, കർഷക മോർച്ച പാനൂർ മണ്ഡലത്തിൽ ചാലിൽ രാഘവൻ, BMS ചുമട്ട് തൊഴിലാളിക്ക് വേണ്ടി അനു AC മനു, BMS കൊയിലൂർ ടൗൺ തൊഴിലാളി യൂണിയൻ ഗോവിന്ദൻ, കൊയിലൂർ ഏരിയക്ക് വേണ്ടി AK ഭാസ്കരേട്ടൻ, വൈരാമൂർത്തിക്ക് വേണ്ടി പുഷ്പമത്തൻ, കൊയിലൂർ ഏരിയ 137 ബൂത്ത് കമ്മിറ്റി കുലഹേട്ടൻ പ്രിയപ്പെട്ടവരെ, ജനതാദളുകാരിൽ നിന്ന് ചമതക്കാട്ടില് ആ കാവിക്കോട്ടയിലേക്ക് കടന്നു വന്നിട്ടുള്ള പാലാട്ടില് ഇതാ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വടകര ലോകസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി CR പ്രഫുൽകൃഷ്ണ അദ്ദേഹത്തെ BJPയിലേക്ക് സ്വീകരിക്കുകയാണ്. ജയ് ബോലോ ഭാരത് നരേന്ദ്രമോദിക്ക് സ്വാഗതം സുസ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലേക്കാണ് അംഗത്വമെടുത്തിരിക്കുന്നത്, സ്വാഗതം ചെയ്തിരിക്കുന്നത്. പറക്കുന്നില്ല